അതോടൊപ്പം തന്നെ 242 പേർ ഈ വിമാനത്തിനുള്ളിൽ അപകടവേളയിൽ ഉണ്ടായിരുന്നു എന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 20 മിനിറ്റ്, അതായത് 1:17 ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 20 മിനിറ്റിനകം തന്നെ ഈ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പൈലറ്റുമാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ കത്തി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ലണ്ടനിലേക്കുള്ള യാത്രയിൽ അവരും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണിപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വിവരങ്ങൾ പരിശോധിക്കുന്നു എന്ന എയർ ഇന്ത്യയുടെ അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അഹമ്മദാബാദ് ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളം സർവീസ് നടത്തേണ്ടിയിരുന്ന വിമാനമാണിപ്പോൾ ടേക്ക് ഓഫിനിടെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 90 അംഗ NDRF സംഘം അഹമ്മദാബാദിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇടിച്ചയുടൻ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. സിവിൽ ഹോസ്പിറ്റലിൽ അഹമ്മദാബാദിലേക്ക് പരിക്കേറ്റവരെ മാറ്റുകയാണ്. വലിയ അപകടമാണ്. ആളുകളുടെ പരിക്ക് സംബന്ധിച്ചുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. എയർ ഇന്ത്യ പ്ലെയിൻ 1:17 ടേക്ക് ഓഫ് നടത്തുമ്പോൾ തന്നെ അപകടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മതിലിടിച്ചാണ് ഈ അപകടം സംഭവിച്ചെന്ന ദൃശ്യങ്ങളിൽ കാണാം. ഒരു മതിലിടിച്ച് നിൽക്കുന്ന വിമാനത്തിൻ്റെ ഒരു ഭാഗം കാണാം. ബാക്കി ഭാഗം താഴേക്ക് കത്തി വീണു എന്ന് വേണം മനസ്സിലാക്കാൻ. അതും ആ ദൃശ്യങ്ങളിലുണ്ട്. പുകച്ചുരുളും ഒരു മരമാകെ കത്തി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 230 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സുമാണ് ഈ അപകടത്തിലുണ്ടായിരുന്നത്. ഏതായാലും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. യാത്രക്കാരുടെ വിവരം, പരിക്കേറ്റവരുടെ വിവരം, ഇതൊക്കെ തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.